നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ചുരുക്കമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമോഹികളുണ്ടെന്നും സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ടു പോകുന്നതെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. സ്ഥാനാർത്ഥികൾക്കായി കോൺഗ്രസുകാർ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും VD സതീശനെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും A. വിജയരാഘവൻ. മണ്ണൂരിൽ K. ശാന്തകുമാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഷൊർണൂർ നിലനിർത്താൻ വീണ്ടും P. മമ്മിക്കുട്ടി. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചുമരെഴുത്തുകൾക്ക് തുടക്കം. LDF കൺവെൻഷൻ മാർച്ച് 19 ചെർപ്പളശ്ശേരിയിൽ. ഷൊർണൂർ മണ്ഡലം പിടിക്കാൻ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. ഷൊർണൂർ സ്വാധീനമുള്ള മണ്ഡലമാണെന്നും വിജയപ്രതീക്ഷയാണ് NDAക്ക് ഉള്ളതെന്നും ശങ്കുട്ടി ദാസ്. ഷൊർണൂരിൽ NDAയുടെ റോഡ് ഷോ. ചേലക്കര മണ്ഡലം സ്ഥാനാർത്ഥി UR പ്രദീപ് തെരഞ്ഞെടുപ്പ് പ്രചരണം കടുപ്പിക്കുന്നു. വിജയപ്രതീക്ഷയൊന്നും UR പ്രദീപ്. ഷൊർണൂർ ചുടുവാലത്തൂരിൽ സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം. പാലക്കാട് ദേശീയപാത കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഒഴുക്ക് വർദ്ധിക്കുന്നു. കൊച്ചി സേലം ദേശീയപാത കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘം നടത്തിയ രാത്രികാല പരിശോധനയിൽ KSRTC ബസ് യാത്രക്കാരായ അതിഥി തൊഴിലാളികളിൽ നിന്ന് 6 കിലോ കഞ്ചാവ് പിടികൂടി. പ്രതികളായ ഒഡീഷ സ്വദേശികളായ രാജേന്ദ്രൻ നായിക്, വിഘ്നേഷ് ഹിയാൽ എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി സ്ഥാനമേറ്റ AV ഗോപിനാഥിനും വഖഫ് ബോർഡ് ചെയർമാനായി സ്ഥാനമേറ്റ KS ഹംസയ്ക്കും ജന്മനാടുകളിൽ വൻ സ്വീകരണം. കൃത്യനിർവഹണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് AV ഗോപിനാഥ്. ഗവൺമെന്റ് ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും സത്യസന്ധമായി നിറവേറ്റുമെന്ന് KS ഹംസ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചുരുക്കമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമോഹികൾ ഉണ്ടെന്നും സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ടു പോകുന്നതെന്നും A. വിജയരാഘവൻ പറഞ്ഞു. സ്ഥാനാർത്ഥികൾക്കായി കോൺഗ്രസുകാർ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും VD സതീശനെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കോങ്ങാട് K. ശാന്തകുമാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A. വിജയരാഘവൻ. അല്ല, നമ്മുടെ സമൂഹത്തിൽ പാർലമെൻ്ററി സ്ഥാനങ്ങളോട് താല്പര്യമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങളിപ്പോൾ നമ്മളെ പട്ടിക വന്നല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വളരെ നല്ല നിലയിൽ പൂർത്തീകരിച്ചു. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരു ഏതാനും സീറ്റുകളാണ്, 4-5 സീറ്റാണ് ബാക്കിയുള്ളത്. അതിൽ തന്നെ ഇന്നിപ്പോൾ 3 ഇന്നും പ്രഖ്യാപിക്കും. നാളത്തോടു കൂടി പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പട്ടിക വരും. ഇപ്പോൾ 95% ആയിപ്പോൾ 3-4 ഒഴിവുള്ളൂ. അപ്പോൾ നല്ല നിലയിൽ നടന്നിട്ടുള്ളൊരു പ്രക്രിയയാണത്. CPMലാണെങ്കിൽ താഴെ തട്ടിൽ വരെയുള്ള ചർച്ചകളുടെ തുടർച്ചയിലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മോളിൽ നിന്ന് മറ്റേ ഡൽഹിക്ക് പോയിരിക്കുക സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയല്ല, ഇതിപ്പോൾ നമ്മൾ താഴെ തട്ടിൽ വരെ ചർച്ച നടത്തി സ്ഥാനാർത്ഥിയെ വരികയാണ്. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ തലത്തിലുമുള്ള ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥിയുള്ളത്. അതുപോലെ തന്നെ ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അതാത് മണ്ഡലം കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യും. ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് CPIM സ്ഥാനാർത്ഥികൾ. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും കുറേ സ്ഥാനമോഹികളുണ്ടാവും ലോകത്ത്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് സ്ഥാനമോഹികളുടെ എണ്ണം അത്യപൂർവമായെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു ചേർന്നു. ഇപ്പോൾ ആദ്യ സംഭവം തന്നെ ചിലപ്പോൾ ചിലതുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ എല്ലാം തീർന്നല്ലോ. അപ്പോൾ 1-2 നിരാശക്കാരുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. മറ്റേ ഡൽഹിയിൽ നിന്ന് വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇരട്ടി ചോദ്യം ചോദിക്കേണ്ട ഒരു സൗകര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും അവസാനിപ്പിക്കില്ല. ഒരു കാര്യം ചെയ്തു, നാളെ ലീഗിന് വരെ അതിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലല്ലേ? നിങ്ങളിപ്പോൾ ഇതാ ശ്രദ്ധിച്ചത്. ഞാൻ ശ്രദ്ധിച്ചത് അതാ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ ആലോചിക്കുക, UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് എത്തിയിട്ടില്ല. സാധാരണ ഇതാ പാണക്കാട്ടിൽ നിന്ന് രാവിലെ ഇപ്പം പറയും സ്ഥാനാർത്ഥി, നിങ്ങൾ പറഞ്ഞാൽ പ്രഖ്യാപിച്ചാൽ അപ്പം നടക്കും എന്ന് പറയുന്ന പാണക്കാട്ടത്തെ സ്ഥാനാർത്ഥി അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ UDFനകത്ത് പമ്പിച്ച തർക്കം നടന്നുകൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥി പട്ടിക UDF ഘടകകക്ഷികൾക്കിടയിൽ കോൺഗ്രസിനകത്തും ലീഗിനകത്തുമാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തന്നെ തർക്കവും കലാപവുമാണ്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനെ വലുതായി കാണണ്ട. മറ്റേത് വരട്ടെ, ഇങ്ങനൊരു അവസരം കിട്ടും. ഷൊർണൂർ മണ്ഡലം കാക്കാൻ P. മമ്മിക്കുട്ടി വീണ്ടും കളത്തിൽ. സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചുമരെഴുത്തുകൾ ആരംഭിച്ചു. ഈ മാസം 19 ചെർപ്പളശ്ശേരിയിൽ ഷൊർണൂർ നിയോജക മണ്ഡലം LDF കൺവെൻഷൻ ചേരും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തൃത്താല സ്വദേശിയുമായ P. മമ്മിക്കുട്ടിയെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിരുന്നത്.
അന്ന് 74,400 വോട്ടുകൾ നേടി പി മമ്മിക്കുട്ടിയുടെ വിജയം ഉറപ്പിച്ച് പിന്നീട് 5 വർഷക്കാലം നിയമസഭാ സാമാജികൻ. അന്ന് പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. പരമാവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച പി മമ്മിക്കുട്ടിയെ തന്നെയാണ് CPM ഷൊർണൂർ മണ്ഡലത്തിൽ വീണ്ടും കളത്തിലിറക്കിയിരിക്കുന്നത്. ഇത്തവണയും ഷൊർണൂർ മണ്ഡലം കാക്കാൻ മമ്മിക്കുട്ടിയും ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം ചുമരെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുനിസിപ്പൽ പഞ്ചായത്ത് LDF കൺവെൻഷനുകൾ ഉടൻ ആരംഭിക്കും. ഈ മാസം 19-ന് ചെറുപ്പുളശ്ശേരിയിൽ വെച്ചാണ് ഷൊർണൂർ നിയോജകമണ്ഡലം LDF കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പി മമ്മിക്കുട്ടിയുടെ പ്രചരണം. വരും ദിവസങ്ങളിൽ ഷൊർണൂരിലടക്കം പ്രചരണത്തിന് ചൂടുപിടിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഷൊർണൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോയ്ക്ക് ഷൊർണൂരിൽ നിന്നും തുടക്കം കുറിച്ചു. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ഷൊർണൂരിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോ പിന്നീട് ചെറുപ്പുളശ്ശേരിയിൽ സമാപിച്ചു. ഷൊർണൂർ സ്വാധീനമുള്ള മണ്ഡലമാണെന്നും വലിയ വിജയപ്രതീക്ഷയാണ് NDAക്ക് ഉള്ളതെന്നും ശങ്കു ടി ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഷൊർണൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂരിൽ നിന്നാണ് ശങ്കു ടി ദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രാവിലെ SMB ജംഗ്ഷനിലെത്തിയ സ്ഥാനാർത്ഥി ശങ്കു ടി ദാസിനെ നേതാക്കൾ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. ഷൊർണൂർ സ്വാധീനമുള്ള മണ്ഡലമാണെന്നും വലിയ വിജയപ്രതീക്ഷയാണ് NDAക്ക് ഉള്ളതെന്നും ശങ്കു ടി ദാസ് പറഞ്ഞു. കേരളത്തിലാകെ NDAക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. ഷൊർണൂർ മണ്ഡലം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് BJPക്ക് വലിയ ശക്തി സ്വാധീനമുള്ള മണ്ഡലമാണ്. 2011 തൊട്ടുള്ള തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വട്ടവും അത്ഭുതകരമായിട്ട് രീതിയിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചു വരുന്ന മണ്ഡലമാണ്. നിലവിലെ ഈ കൊളപ്പുള്ളി റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ഇതുവരെ CPMന്, അതായത് നിലവിലെ MLAക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല. അതൊക്കെ എത്രത്തോളം നമുക്ക് അനുയോജ്യമാകുമെന്നൊരു വിലയിരുത്തലുണ്ടോ? രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തുകൊണ്ടും BJPക്ക് അനുകൂലം. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി തുറന്ന ജീപ്പിലായിരുന്നു സ്ഥാനാർത്ഥി ശങ്കു ടി ദാസിന്റെ റോഡ് ഷോ. എന്നതിനായി അഡ്വക്കേറ്റ് ശങ്കു ടി ദാസിന് വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഷൊർണൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശങ്കു ടി ദാസിന് ഷൊർണൂരിന്റെ ഹൃദയം അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പതിറ്റാണ്ടുകളായി ഷൊർണൂരിന്റെ വികസന സ്വപ്നങ്ങളെ തച്ചുടച്ച ഇടത് താമരയടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഷൊർണൂർ നിയോജകമണ്ഡലം SMB ജംഗ്ഷനിൽ നിന്നും ഷൊർണൂർ ടൗൺ ചുറ്റിയ ശേഷം വാണിയംകുളം വഴി ചെറുപ്പുളശ്ശേരിയിൽ റോഡ് ഷോ സമാപിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തുടരുന്നു. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രചരണമായി എത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തന്നെ പാർട്ടി 1 മണിക്കൂർ ശേഷം പാർട്ടി അതിൻ്റെ വിവിധ മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം നടത്തിയ വഴിക്ക് ചേലക്കരയിൽ വീണ്ടും UR പ്രദീപ് തന്നെ വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ പാർട്ടിയുടെ അനുവാദത്തോടുകൂടി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പഞ്ചായത്തുകളിലും ഒരു റൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് പൂർത്തീകരിച്ചിട്ടില്ല. തൊഴിലാളികളിൽ അതുപോലെ തന്നെ വ്യാപാരികളും അങ്ങനെ വ്യവസായ രംഗത്തും അങ്ങനെ വിവിധ രംഗത്ത് പണിയെടുക്കുന്ന ആളുകളെല്ലാം കിട്ടുന്ന സമയം വെച്ച് അത് നേരിൽ കണ്ട് നോമിനേഷൻ കൊടുക്കാൻ അറിയിച്ച് കേരള കലാമണ്ഡലത്തിലെ അധ്യാപകരോടും ഉദ്യോഗസ്ഥരോടും ചെറുതുരുത്തി ഗവൺമെൻറ് സ്കൂളിലും പുതുശ്ശേരി സ്കൂളിലും മറ്റ് കടകളിലും കയറിയാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. INTUC ചുമട്ടുതൊഴിലാളികളെയും കണ്ട് വോട്ടഭ്യർത്ഥിക്കാനായി എത്തി. തനിക്ക് വോട്ട് തന്ന് വീണ്ടും എന്നെ MLA ആക്കാൻ നിങ്ങളുടെ വിലയേറിയ പിന്തുണ വേണമെന്ന് ഓരോരുത്തരെ കാണുമ്പോഴും UR പ്രദീപ് പറഞ്ഞു. സ്ഥാനാർത്ഥിയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, മറ്റു നിരവധി നേതാക്കന്മാരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ചുടുവാലത്തൂരിൽ സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം നടത്തിവരുന്നത്. ഷൊർണൂർ പോലീസ് SI അശ്വിനാണ് അന്വേഷണ ചുമതല. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ ചുടുവാലത്തൂർ കരുവാൻകുന്നത്ത് മാലതിയുടെ വീട്ടിലാണ് 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവമുണ്ടായത്. ഉറങ്ങിക്കിടന്നിരുന്ന മാലതിയുടെ കഴുത്തിൽ നിന്നും 1.5 പവനും മകൾ ഉഷയുടെ കഴുത്തിൽ നിന്നും 1 പവൻ സ്വർണ്ണാഭരണവുമാണ്
മോഷ്ടാക്കൾ അടുക്കളവാതിൽ വഴി അകത്തു കടന്ന് മോഷ്ടിച്ചത്. കൂടാതെ പേഴ്സിൽ നിന്ന് പണവും നഷ്ടപ്പെട്ടിരുന്നു. ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. മോഷ്ടാക്കൾ 2 പേർ ഉണ്ടെന്നാണ് വീട്ടുകാർ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയത്. മോഷണത്തിന് ശേഷം മോഷ്ടാക്കൾ ദീർഘദൂരം റോഡിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയപ്പോൾ വ്യക്തമായിരുന്നു. പ്രധാനമായും ഈ ഭാഗങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൂടാതെ ഫിംഗർ പ്രിന്റ് പരിശോധനയ്ക്കായി കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. ഇതടക്കമുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഷൊർണൂർ പോലീസ് SI അശ്വിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. CI വിഷ്ണുവിനാണ് കേസിന്റെ മേൽനോട്ട ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ദേശീയപാത കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഒഴുക്ക് വർദ്ധിക്കുന്നു. കൊച്ചി സേലം ദേശീയപാത കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘം നടത്തിയ രാത്രികാല പരിശോധനയ്ക്കിടെ KSRTC ബസ് യാത്രക്കാരായ അതിഥി തൊഴിലാളികളിൽ നിന്ന് 6 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഒഡീഷ സ്വദേശികളായ രാജേന്ദ്രൻ നായിക്, ബിഗ്നേഷ ഹിയാൽ എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഒഡീഷ സ്വദേശികളായ രാജേന്ദ്ര നായിക്, ബിഗ്നേഷ ഹിയാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിലേക്കാണ് ഇവർ കഞ്ചാവ് കൊണ്ടുപോയിരുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ അജു P ഷാജി, എക്സൈസ് ഉദ്യോഗസ്ഥരായ M ബാസിലമണി, K ശരവണൻ, P തൗഫീഖ്, S സുരഭി, A അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. യുദ്ധം ലോകത്തെ ദുരന്തം വിതയ്ക്കുകയാണെന്നും അത് മാനവരാശിക്കും സമസ്ത ജീവജാലങ്ങൾക്കും ഭീഷണിയായി തീർന്നിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കലാസാഹിത്യ പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തു വന്നു. പാലക്കാട് സുൽത്താൻപേട്ടയിലെ പബ്ലിക് ലൈബ്രറിയിൽ സൗഹൃദം ദേശീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ യുദ്ധവിരുദ്ധ സംഗമത്തിലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര അനുസ്മരണത്തിലും ഒത്തുചേർന്നാണ് യുദ്ധത്തിനെതിരായും സമാധാനത്തിന് വേണ്ടിയും വക്താക്കളായത്. അനേകം ജീവനുകൾ നഷ്ടപ്പെടുത്തുകയും കുടുംബങ്ങളെ തകർക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ച് ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന യുദ്ധത്തിനെതിരെയുള്ള മാനവിക ഐക്യത്തെ അവർ ഉദ്ബോധിപ്പിച്ചു. സമാധാനവും ഐക്യവും തകർക്കുന്ന യുദ്ധം ജനങ്ങളിൽ ഭയവും വെറുപ്പും വളർത്തുകയും തലമുറകളോളം നീളുന്ന മാനസിക ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. 2026 മാർച്ചിൻ്റെ തുടക്കത്തിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വൻ ആക്രമണം ആരംഭിച്ചതിനെ തുടർന്നുള്ള യുദ്ധത്തിൻ്റെ ഫലമായി അനേകം നിരപരാധികൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇതിനോടകം 750-ലധികം പേർ കൊല്ലപ്പെടുകയും ടെഹ്റാനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ തകരുകയും ചെയ്തു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ സുപ്രധാന കേന്ദ്രങ്ങൾക്കു നേരെ മിസൈൽ ആക്രമണങ്ങളിലൂടെ തിരിച്ചടിച്ചു. ഇസ്രായേലിൻ്റെയും USSൻ്റെയും നടപടികളെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ രൂക്ഷമായ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നേതൃത്വം നൽകണമെന്നും സൗഹൃദം ദേശീയ യുദ്ധവിരുദ്ധ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 1930-ൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായുള്ള അഹിംസാത്മകമായ നിയമലംഘന സമരത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണെന്നും ജാതിമതഭേദമന്യേ ജനങ്ങളെ ഒന്നിപ്പിച്ച ദേശീയ ഐക്യം ഊട്ടിയുറപ്പിച്ച സമരമായിരുന്നു ഉപ്പു സത്യാഗ്രഹമെന്നും ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കുകയും ചെയ്ത ദേശീയ സമരമായിരുന്നു ഇതെന്നുള്ള വസ്തുതകൾ കൂട്ടായ്മ ചർച്ച ചെയ്തു. ചടങ്ങിൽ ഈ മാസം പ്രസിദ്ധീകരിക്കുന്ന PV സഹദേവൻ രചിച്ച മാതൃരോദനം എന്ന നാടകത്തിൻ്റെ കവർ പ്രകാശനവും നടന്നു. ഗാന്ധിയനും കലാസാഹിത്യകാരനുമായ ഗുരുജി ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദം ദേശീയവേദി ജില്ലാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. നാടക കലാകാരന്മാരായ സുനിൽ കല്ലേപ്പള്ളി, ഗോപാലകൃഷ്ണൻ S എന്നിവർ ചേർന്ന് നാടകപുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ചെയ്തു. പ്രശസ്ത കലാകായിക താരമായ ഡോക്ടർ PC ഏലിയമാം മുഖ്യപ്രഭാഷണം നടത്തി. അക്ബർ ബാദുഷ, H ഖാദർ, മൊയ്തീൻ K, സുഭാഷ് കുമാർ, M സുന്ദരൻ മുല്ലക്കൽ, മോഹൻരാജ്, ഫാത്തിമ ടീച്ചർ, ആന്റണി റോബർട്ട്, ജോസ് ചാലക്കൽ, TN ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ ദുരിതം തീരുമെന്ന പ്രത്യാശയിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് KPCC ജനറൽ സെക്രട്ടറി K തുളസി. BNRWF ഫെഡറേഷൻ പാലക്കാട് സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K തുളസി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കോൺഗ്രസുകാരേക്കാൾ ആഹ്ലാദിക്കുന്ന ഇടതുപക്ഷക്കാരാണ്. ജനക്ഷേമകരമായ UDFന്റെ പ്രകടന പത്രികയ്ക്കെതിരെ നട്ടാൽ കുരുക്കാത്ത ആരോപണമായി LDF ഉന്നയിക്കുന്നത്. കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം നേതാക്കന്മാരുടെയും പാർട്ടി ഫണ്ടിലേക്കുമല്ല പോവേണ്ടതെന്നും ഖജനാവിലേക്കാണ് വരേണ്ടതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. UDF പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ബന്ധപ്പെട്ട മേഖലകളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ്. LDFന്റെ പ്രതിഷേധം സാമൂഹ്യ മാനുഷിക താല്പര്യങ്ങൾക്കെതിരാണെന്നും K തുളസി പറഞ്ഞു. പിന്നെ നമ്മുടെ സാമൂഹിക പെൻഷനുകൾ അത് 3000 ആക്കും എന്നുള്ള പ്രഖ്യാപനം നമ്മുടെ സംസ്ഥാനത്ത് ഈ പുതിയയാത്രയുടെ സമാപന ചടങ്ങിൽ വരികയുണ്ടായി. അതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തും എന്നുള്ളത് പ്രഖ്യാപിച്ചു.
അപ്പോൾ ഒരു മന്ത്രി പറഞ്ഞു ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് പറയും. അതുപോലെ BJPയുടെ നേതാവ് പറഞ്ഞു ഖജനാവിൽ പണമില്ലല്ലോ, പിന്നെ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും എന്ന് പറഞ്ഞു. അതിന് നമ്മുടെ ജില്ലയിൽ അടക്കം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി കൊടുത്തതാണ്. കാരണം ഖജനാവ് നിറയ്ക്കണമെങ്കിൽ അവിടെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വരണം, ഒരു ഭരണാധികാരി വരണം. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ഖജനാവിലേക്ക് എങ്ങനെയാണ് പണം എത്തിക്കേണ്ടത്, നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്കല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകളിലേക്കല്ല, മറിച്ച് സർക്കാരിന്റെ ഖജനാവിലേക്ക് എങ്ങനെയാണ് പണം എത്തിക്കേണ്ടത് എന്നുള്ളത് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് അത് ഉദാഹരണ സഹിതം കാണിച്ചു തരും എന്ന ആശങ്കയ്ക്കിടയില്ലാത്തവർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ ജില്ലകളിലും നമ്മുടെ ജില്ലയിൽ വന്നപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, P ബാലഗോപാലൻ, ഭാരവാഹികളായ AP ഉസ്മാൻ, KX സേവിയർ, മാലതി കൃഷ്ണൻ, ജോൺ പാഴേരി, PV മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാചകവാതകം വീടുകളിലും ഹോട്ടലുകളിലും എത്തിത്തുടങ്ങി. വീട്ടമ്മമാരും ഹോട്ടൽ ഉടമകളും സന്തോഷത്തിലാണിപ്പോൾ. സിലിണ്ടർ വില ഉയർന്നത് ആശങ്കയും ഉളവാക്കിയിട്ടുണ്ട്. ചെറുതുരുത്തിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. പാചകവാതകം വീടുകളിലും ഹോട്ടലുകളിലും എത്തിത്തുടങ്ങിയത് വീട്ടമ്മമാരും ഹോട്ടലുടമകളും സന്തോഷത്തിലാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ചയോളമായി വീടുകളിലേക്കും ഹോട്ടലിലേക്കും നൽകുന്ന പാചകവാതകം നിർത്തിവച്ചതിനെ തുടർന്ന് നിരവധി ഹോട്ടലുകളും ചായക്കടകളും പൂട്ടേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇതിന് കുറച്ച് മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ. വള്ളത്തോളകർ ഗ്രാമപഞ്ചായത്തിലെ ചെറുതുരുത്തിയിലും മറ്റു വിവിധ സ്ഥലങ്ങളിലും ഷൊർണൂർ അമീൻ ഗ്യാസിൻ്റെ ഗ്യാസ് കുറ്റികൾ വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കും ചൊവ്വാഴ്ച രാവിലെ മുതൽ എത്തിക്കാൻ തുടങ്ങി. എന്നാൽ ആദ്യം വീട്ടിലേക്ക് തരുന്നിരുന്ന പാചകവാതകത്തിന് 920 രൂപയായിരുന്നു. ഇപ്പോൾ 60 രൂപ കൂട്ടി 980 രൂപയായിട്ടാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇതുതന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഷൊർണൂർ അമീൻ ഗ്യാസ് ഏജൻസി ഇന്ത്യൻ ഗ്യാസ് ആണ് വിതരണം ചെയ്യുന്നത്. ഫുള്ളായി ഗ്യാസ് എല്ലാ വീടുകളിലും എത്തിക്കാൻ ഇനിയും ആഴ്ചകൾ പിടിക്കുമെന്നും ഇപ്പോൾ തന്നെ നിരവധി ഫോൺ കോളുകളാണ് വരുന്നതെന്നും ഗ്യാസ് സിലിണ്ടർ സപ്ലൈ ചെയ്യുന്ന ഷഫീഖ് പറഞ്ഞു. ഫ്രഷ് വരുന്നുണ്ട്, ലോഡുകൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ വരുന്നുണ്ട്. എന്നാലും പഴയ പോലെ വല്ലാണ്ട് ആയിട്ടില്ല. അതാവാൻ കുറച്ച് സമയം പിടിക്കും. ഇപ്പോൾ ആൾക്കാർ വെളിയിൽ ഇതൊക്കെ കാരണം കുറേശ്ശെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാതെ അങ്ങനെ കൊടുത്തു വരുന്നുണ്ട്. ചാർജ് ഒരു 60 രൂപ കൂടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2025 തൃത്താല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയെ പ്രതിനിധീകരിച്ച് വിജയിച്ച ജനപ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരെയും BJP കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സന്ദേശവുമായിട്ട് വീടാന്തരം കയറി ഇറങ്ങി നമ്മുടെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും. ആ ഒരു തുടർച്ച വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണം. നമ്മളെല്ലാവരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓരോ വീട്ടിലും കയറി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിൽ പല ആളുകൾ വോട്ട് ചെയ്തവരുണ്ടാവാം. കുറേ പേര് നമ്മൾ ജയിക്കുമോ തോൽക്കുമോ, എൻ്റെ വോട്ട് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ച് ശങ്കയോടുകൂടി ഇരുന്ന ആളുകളുണ്ടാവാം. ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും. അപ്പം നമ്മൾ അവരെയൊക്കെ വീണ്ടും ഒരിക്കൽ കൂടെ കണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വീണ്ടും BJPയെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ പരമാവധി സമയം കൊടുത്തുകൊണ്ട്. കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാരൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി രവി അടിയത്ത്, P രാജീവ് മാസ്റ്റർ, കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുജിത് KR, ഭാസ്കരൻ PV, സംസ്ഥാന കൗൺസിൽ അംഗം CC രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതീഷ് K സ്വാഗതവും PV ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഗാ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് മുഖ്യ അതിഥിയായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റീനാസ് യൂസഫ്, സംസ്ഥാന സെക്രട്ടറിമാരായ ജിതേഷ് നാരായണൻ, C വിഷ്ണു, ജില്ലാ സെക്രട്ടറിമാരായ ശ്യാം, വിനീഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P ബാലൻ, UDF ചെയർമാൻ മനോജ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, മക്കി, കുഞ്ഞുമരക്കാർ ഹാജി, KT പ്രദീപ്, പഞ്ചായത്ത് അംഗം രതീഷ് പരത്തിപ്പള്ളി, ബ്ലോക്ക് അംഗം അർജുൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് അഭിഷേക് സ്വാഗതവും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ ഗിരീഷ് നന്ദിയും പറഞ്ഞു. ഇല്ലായ്മയെ അതിജീവിച്ച് ജീവിതത്തോടെ പടപൊരുതി ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ അഞ്ജുവിനെ പേരൂർ കൈപ്പേൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ ഗാന്ധി സേവാ സദനം പൊട്ടരി കോളനിയിലെ അളഗിരിയുടെയും രാധയുടെയും മകളാണ് അഞ്ജു.
ജീവിതത്തോട് ശരിക്കും പറഞ്ഞാൽ പോരാടി നേടിയത് തന്നെയാണ് ഈ ഒരു PhD എന്നുള്ളത്, ഈ ഒരു ഡോക്ടറേറ്റ് എന്നുള്ളത്. ജീവിത സാഹചര്യങ്ങളോട് പോരാടി വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നേടിയത് തന്നെയാണ് ഈ ഒരു നേട്ടം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം അഭിനന്ദനത്തിന് അർഹതയുള്ള ആളാണ് അഞ്ജു. അപ്പം അഞ്ജു പഠിച്ചത് ഇവിടെ തന്നെയാണ്, മങ്കര വെസ്റ്റ് UP സ്കൂളിൽ, അതിർക്കാട് മങ്കര വെസ്റ്റ് UP സ്കൂളിലാണ് UP സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത്. അതിനുശേഷം പത്തിരിപ്പാല ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസം മങ്കര വെസ്റ്റ് UP സ്കൂളിലും തുടർന്ന് പത്തിരിപ്പാല ഗവൺമെൻറ് ഹൈസ്കൂളിലും പിന്നീട് പാലക്കാട് മേഴ്സി കോളേജിലും ആലത്തൂർ SN കോളേജിലുമായിരുന്നു അഞ്ജുവിൻ്റെ പഠനം. പേരൂർ കൈപ്പയിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശശികുമാർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമചന്ദ്രൻ അഞ്ജുവിന് ഉപഹാരം നൽകി ആദരിച്ചു. കമ്മിറ്റി അംഗം ശാന്തകുമാരി അഞ്ജുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മാതാപിതാക്കളും എത്തിയിരുന്നു. ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി ഭക്തരും എത്തിയിരുന്നു. ആദരവിന് അഞ്ജു നന്ദിയും അറിയിച്ചു. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്, അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ കിട്ടുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഭർത്താവ് രാജേഷ് കുട്ടി, അവർക്കും ഒരുപാട് നന്ദി. ദെൻ ഈ മൊമെൻറ്റോ തന്ന കൈപ്പയിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ദെൻ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും, പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അമ്മമാർക്കും, എല്ലാ മുതിർന്ന ആൾക്കാർക്കും ഒരുപാട് നന്ദി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം 100% സത്യസന്ധമായി കൈകാര്യം ചെയ്യുമെന്ന് വഖഫ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ KS ഹംസ പറഞ്ഞു. സ്ഥാനം ഏറ്റെടുത്ത ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഹംസയ്ക്ക് വൻ സ്വീകരണമാണ് പൗരാവലിയുടെ നേതൃത്വത്തിൽ തൊഴുപ്പാടത്ത് ഒരുക്കിയത്. പയങ്കുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിക്ക് സമീപം വിവിധ വാഹനങ്ങളുടെ അകമ്പടിയോടെ മുദ്രാവാക്യം വിളിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ സ്വന്തം നാടായ തൊഴുപ്പാടത്തേക്ക് കൊണ്ടുപോയത്. വഴിനീളെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ PR അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പൊന്നാടയും മെമ്മൻ്റെയും നൽകി സ്വീകരിച്ചു. KK മുഹമ്മദ് സഖാഫി, ഫസീല ബഷീർ, ബബിത ദാമോദരൻ, അബ്ദുൽ ജബ്ബാർ മൗലവി, പള്ളത്ത് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. AK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും KS ഹംസ നന്ദിയും പറഞ്ഞു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റുമായി ചുമതല നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറിയായി സ്ഥാനമേറ്റിരുന്നു. അവിടെ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് CPM-ൽ ചേർന്നത്. തുടർന്ന് പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അതിനുശേഷമാണ് നിലവിലെ ചെയർമാനായിരുന്ന MK സക്കീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി രാജിവെച്ച ഒഴിവിലാണ് KS ഹംസയെ വഖഫ് ബോർഡ് ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. ആദ്യമായി ജന്മനാട് നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ നാട്ടുകാരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പദവി എന്നിൽ അർപ്പിച്ചത് ഒരു വലിയ ഉത്തരവാദിത്വവും വലിയ ദൗത്യവുമാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം എനിക്കുള്ളത്. കാരണം 50,000-ത്തിലധികം വഖഫ് പ്രോപ്പർട്ടീസ് ഇന്ത്യയിൽ, കേരളത്തിലുണ്ട്. ഒരുവിധം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വഖഫ് സംവിധാനം സിസ്റ്റമാറ്റിക്കായി പോകുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്തുള്ള 50,000-അധികം വഖഫ് പ്രോപ്പർട്ടീസാണ്. നിരന്തരം അഭിപ്രായ ഭിന്നതകളും ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണ്. ഇത് അർദ്ധ ജുഡീഷ്യറി സംവിധാനമാണെന്ന്. ഇതൊരു കോടതിയുടെ നിലവാരത്തിലുള്ള ഒരു ബോർഡാണ്. ഇതിലെടുക്കുന്ന തീരുമാനങ്ങൾ സാധാരണ കീഴ്ക്കോടതികളിലോ ജില്ലാ കോടതികൾ വരെ ചോദ്യം ചെയ്യാനും കൂടി പറ്റില്ല. ഇതിൻ്റെ തീരുമാനങ്ങൾ ട്രിബ്യൂണൽ കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി മാത്രമേ ഇത് സ്വീകരിക്കുകയുള്ളൂ. ഭരണഘടനാപരമായി ആ ദൗത്യം അത്ര ഉയർന്ന നിലവാരത്തിലുള്ളതാണ് ഈ സംവിധാനം. ഇത് ഗവൺമെൻറ്റുകൾ മാറി മറിഞ്ഞ് വന്നാൽ പോലും ഈ സംവിധാനത്തെ 5 വർഷത്തേക്ക് മറിച്ചിടാനോ ഒഴിവാക്കാനോ ആർക്കും പറ്റില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി സ്ഥാനമേറ്റ AV ഗോപിനാഥന് ജന്മനാടായ പെരുങ്ങോട്ടുകുറിശ്ശിയിൽ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. പിലാപ്പള്ളി 3 സ്റ്റാർ കല്യാണ മണ്ഡപത്തിൽ നൽകിയ സ്വീകരണ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, മക്കി സുരേന്ദ്രൻ തരൂർ, ശിവദാസൻ മാസ്റ്റർ, രാജകൃഷ്ണൻ, നിസാർ, KP രവിശങ്കർ, KP ശ്രീധരൻ, സതീഷ്, KP ശശികുമാർ, PV ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ,
എന്നിവർ സംസാരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മോഹൻദാസ് സ്വാഗതവും CDS ചെയർപേഴ്സൺ ബിന്ദു നന്ദിയും പറഞ്ഞു. AV ഗോപിനാഥ് സ്വീകരണത്തിന് മറുപടി പ്രസംഗം നടത്തി. അനുവാദം വാങ്ങി രാവിലെ സലാമുള്ളവരും ക്ഷേത്രത്തിൽ വൈകുന്നേരം ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ നിർബന്ധിച്ചതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആകുക എന്നുള്ള എന്നോട് കൃഷ്ണൻ പറഞ്ഞു, ഈ പെരുകോടിശ്ശേരി മണി നേരെ എൻ്റെ മണിയിലേക്ക് വന്നിരിക്കാൻ പറയുക. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കൃഷ്ണൻ. സർവ്വവ്യാപിയായ സൂര്യനിൽ തുരുമ്പിലിരിക്കുന്ന ഒരു മഹാദേവനാണ് ശ്രീകൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും. കേരള മുസ്ലിം കോൺഫറൻസ് പാലക്കാട് ജില്ലാ കൺവെൻഷനും 5ാമത് റംസാൻ മതേതര സംഗമവും പാലക്കാട് ഗവൺമെൻറ് മോയൻ LP സ്കൂളിൽ സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ കൊല്ലുക, അത് ഒരാളെയോ 100 ആളെയോ 1000 ആളെയോ ലക്ഷോപലക്ഷം പേരുടെ ജീവിതം അടുപ്പിക്കുന്ന ഈ ഭൂമുഖത്ത് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധം അവിടെയാണ് നടക്കുന്നത് പറഞ്ഞ കാര്യമില്ല. ഇന്നിപ്പോ പാചക ഗ്യാസ് കിട്ടാൻ, ഡീസൽ കിട്ടാൻ, പെട്രോൾ കിട്ടാൻ, ഭക്ഷണ സാധനങ്ങൾ കിട്ടാനൊക്കെ നമ്മളൊക്കെ പ്രയാസപ്പെടുക. ഇപ്പൊ ലോകത്തിൽ കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ബാധിക്കുക. പുണ്യ റംസാനിൽ പോലും ലോകത്ത് സമാധാനപരമായി ആത്മീയതയിൽ മുഴുകി നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളുടെയും യുവാക്കളുടെയും കൊന്നൊടുക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കി ലോകത്ത് സമാധാനം നിലനിർത്താൻ ആവശ്യമായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. യുദ്ധം മൂലം ഭക്ഷണം പാകം ചെയ്യുന്നതിന് ആവശ്യമായ ഗ്യാസ് കിട്ടാത്ത അവസ്ഥയിൽ വീട്ടമ്മമാർക്കും ഹോട്ടലുകൾക്കും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള മുസ്ലിം കോൺഫറൻസ് ജനറൽ കൺവീനർ MK സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ ജഡ്ജിയായി വിരമിച്ച P ഇന്ദിര മുഖ്യ പ്രഭാഷണം നടത്തി. റംസാൻ വിട പറയുമ്പോൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ഉണ്ണിൻകുട്ടി മൗലവി സംസാരിച്ചു. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഫാദർ ജോസഫ് ചിറ്റിലപ്പള്ളി, സ്വാമി നാരായണ ഭക്താനന്ദ എന്നിവർ പ്രസംഗിച്ചു. സംഘടനയുടെ മുഖ്യ രക്ഷാധികാരികളായ ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ റംസാൻ സന്ദേശം യോഗത്തിൽ വായിച്ചു. കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ കേരളത്തിലെ മികച്ച പ്രിൻസിപ്പൽ തഹസിൽദാറായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് തഹസിൽദാർ NN മുഹമ്മദ് റാഫിയെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് VK ശ്രീകണ്ഠൻ MP ആദരിച്ചു. നിർധനരായ 200 പേർക്ക് പുതുവസ്ത്ര വിതരണം നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ശിവരാജൻ, LDF കൺവീനർ V ചാമുണ്ണി, UDF കൺവീനർ P ബാലഗോപാൽ, NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി, യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സംസ്ഥാന പ്രസിഡന്റ് ജോബി V ചുങ്കത്ത്, കേരള കോൺഗ്രസ് മാണി ജില്ലാ ജനറൽ സെക്രട്ടറി K ശിവരാജ്, K ശിവരാജേഷ്, മെക്ക സംസ്ഥാന സെക്രട്ടറി KA അബ്ദുൾ റബ്ബ്, ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് ഷരീഫ്, സംഘടനയുടെ രക്ഷാധികാരി A ജബ്ബാർ അലി, റാവുത്തർ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി M ഹസൻ മുഹമ്മദ് ഹാജി, H മുബാറക്, INTUC ഖജാൻജി K ബഷീർ അഹമ്മദ്, K യൂസഫ് മാസ്റ്റർ അരനല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനി മാറ്റുള്ളി കാണാം. നിലവിൽ VK ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ MP ആണ്. ഭാര്യ KA തുളസി കോങ്ങാട് സീറ്റിൽ മത്സരിക്കുന്നു. പാർട്ടിയുടെ ഈ തീരുമാനത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുള്ളിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. VK ശ്രീകണ്ഠനും ഭാര്യ KA തുളസിയും മത്സരക്ക് നിൽക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം കഴിവുള്ള 2 നേതാക്കന്മാരാണ്. അത് ഭാര്യയും ഭർത്താവായി പോയിന്ന് മാത്രം. അപ്പം അതിനിപ്പോൾ നമുക്ക് എതിർപ്പൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നല്ല നേതാക്കന്മാർ വരണം, നാടിനെ ഭരിക്കുന്ന നല്ല നേതാക്കളായി മാറണം, നാട്ടുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കുന്നവരാവണം. തമ്മിൽ തർക്കമോ വഴക്കോ ഇല്ലാതെ ഗ്രൂപ്പീസൊന്നും കളിക്കാതെ നല്ല രീതിയിൽ ഭരണം നടത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ഭാര്യയും ഭർത്താവും 2 സ്ഥലത്തായിരിക്കാം. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെറും വിമർശനം ഉണ്ടാക്കുക, വിവാദം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും
നല്ല നേതാക്കന്മാർ വരണം, നല്ല ഭരണകർത്താക്കൾ വരണം, എങ്കിലേ നമ്മുടെ കേരളം നന്നാവുള്ളൂ. വേറൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തേക്കുന്നൊരു വനിതാ സ്ഥാനാർത്ഥി വനിതാ പ്രാതിനിധ്യം എന്നതിനപ്പുറം അവർ KPCC ജനറൽ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിനപ്പുറം ശ്രീകണ്ഠൻ്റെ ഭാര്യ, അങ്ങനെ ഒരു കുറവാണ് അപ്പോൾ ഇതിൽ ജനങ്ങൾ പറയുന്നത്. അതൊരു കുറവായി കണ്ടുകൂടാ. അവർ പ്രവർത്തന മണ്ഡലത്തിൽ നിറഞ്ഞേക്കുന്നൊരു സ്ത്രീയല്ലേ. ശ്രീകണ്ഠൻ്റെ ഭാര്യ എന്നുള്ളതൊരു കുറവൊന്നുമല്ല. മാത്രമല്ല, അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു പക്ഷേ ഗുണം ചെയ്യും. ഈ പറയുന്ന VK ശ്രീകണ്ഠനും കുറച്ചുകൂടി അവിടെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമല്ലോ, അവർ ജയിക്കട്ടെ. മാത്രമല്ല, അത് UDFനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സീറ്റ് കിട്ടാത്തൊരു സീറ്റാണ്. ഒരു കാലത്തും അങ്ങനെ കിട്ടാത്തൊരു സീറ്റാണ് കോങ്ങാട് മണ്ഡലം. ഈ അടുത്ത കാലങ്ങളിലൊക്കെ LDF ജയിച്ചു പോകുന്നൊരു സീറ്റാണ്. അങ്ങനത്തെ ഒരു സീറ്റിൽ ഒരാളെ മത്സരിപ്പിക്കുക, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ജയിപ്പിച്ചു. കിട്ടാത്ത സീറ്റുകൾ അങ്ങനെ പരീക്ഷണങ്ങളാവാം. ഇതിൽ തെറ്റ് പറയാനില്ലാതാണ് എൻ്റെ അഭിപ്രായം. VK ശ്രീകണ്ഠൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവർ നിർത്താതിരിക്കുന്നത് ശരിയൊന്നുമില്ല. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്നൊരു സീറ്റ് പിടിച്ചെടുക്കാൻ അവർക്കൊരു കഴിവുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ MP ആയിരിക്കുന്ന മണ്ഡലത്തിലും കൂടി ആകുമ്പോൾ സാധ്യതകളുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചുരുക്കമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമോഹികൾ ഉണ്ടെന്നും സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ടു പോകുന്നതെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. സ്ഥാനാർത്ഥികൾക്കായി കോൺഗ്രസുകാർ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും VD സതീശനെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും A. വിജയരാഘവൻ. മണ്ണൂരിൽ K. ശാന്തകുമാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഷൊർണൂർ നിലനിർത്താൻ വീണ്ടും P. മമ്മിക്കുട്ടി. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചുമരെഴുത്തുകൾക്ക് തുടക്കം. LDF കൺവെൻഷൻ മാർച്ച് 19-ന് ചെർപ്പളശ്ശേരിയിൽ. ഷൊർണൂർ മണ്ഡലം പിടിക്കാൻ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. ഷൊർണൂർ സ്വാധീനമുള്ള മണ്ഡലമാണെന്നും വിജയപ്രതീക്ഷയാണ് NDAക്ക് ഉള്ളതെന്നും ശങ്കുട്ടി ദാസ്. ഷൊർണൂരിൽ NDAയുടെ റോഡ് ഷോ. ചേലക്കര മണ്ഡലം സ്ഥാനാർത്ഥി UR പ്രദീപ് തെരഞ്ഞെടുപ്പ് പ്രചരണം കടുപ്പിക്കുന്നു. വിജയപ്രതീക്ഷയെന്നും UR പ്രദീപ്. ഷൊർണൂർ ചുടുവാലത്തൂരിൽ സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം. പാലക്കാട് ദേശീയപാത കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഒഴുക്ക് വർദ്ധിക്കുന്നു. കൊച്ചി സേലം ദേശീയപാത കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘം നടത്തിയ രാത്രികാല പരിശോധനയിൽ KSRTC ബസ് യാത്രക്കാരായ അതിഥി തൊഴിലാളികളിൽ നിന്ന് 6 കിലോ കഞ്ചാവ് പിടികൂടി. പ്രതികളായ ഒഡീഷ സ്വദേശികളായ രാജേന്ദ്രൻ നായിക്, വിഘ്നേഷ് ഹിയാൽ എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി സ്ഥാനമേറ്റ AV ഗോപിനാഥിനും വഖഫ് ബോർഡ് ചെയർമാനായി സ്ഥാനമേറ്റ KS ഹംസയ്ക്കും ജന്മനാടുകളിൽ വൻ സ്വീകരണം. കൃത്യനിർവഹണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് AV ഗോപിനാഥ്. ഗവൺമെന്റ് ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും സത്യസന്ധമായി നിറവേറ്റുമെന്ന് KS ഹംസ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.